ഇന്ന് നമ്മൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബീറ്ററും ഹാൻഡ് ബീറ്ററും ഒന്നും വേണ്ട, നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടീ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വേഗം തന്നെ റെസിപ്പി കാണാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമ്മളൊരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. റൂം ടെമ്പറേച്ചറിലായിരിക്കണം കോഴിമുട്ട. അത് 30 സെക്കൻഡ് നേരം അടിച്ചെടുക്കണം. ഹാൻഡ് ബീറ്റർ ഉള്ളവർക്ക് അത് ക്രീമിയായി കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതില്ലാത്തവർക്കാണ് ഈ മിക്സിയിലിട്ട് അടിക്കാൻ പറയുന്നത്. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അത് ഒരു 30 സെക്കൻഡ് നേരം അടിച്ചെടുക്കാം. നമ്മുടെ നോർമൽ പഞ്ചസാര മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചെടുത്തതാണ്, അത് 1/2 കപ്പാണ് എടുക്കേണ്ടത്. ഇനി അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ 30 സെക്കൻഡ് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു ക്രീമി ടെക്സ്ചറിലുള്ള മിശ്രിതം കിട്ടുന്നതായിരിക്കും. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മളുടെ എസെൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് മിശ്രിതം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു വാം മിൽക്ക് ചേർക്കാൻ പോവാണ്. 1/2 കപ്പ് പാല് ഞാൻ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബട്ടർ അലിയുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നമ്മുടെ കേക്ക് മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ട കെട്ടാതെ നമുക്ക് യോജിപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയും ആവാം. അതിനുശേഷം നമ്മളൊരു ബട്ടർ പുരട്ടിയിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അതായത് ഒഴിക്കുമ്പോൾ റിബൺ പരുവത്തിലാണ് നമുക്ക് വരേണ്ടത്. ഇത് ഇനി 5 മിനിറ്റ് നേരം 180 ഡിഗ്രിയിലിട്ട് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 20 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കാം. അല്ലാത്തവർക്ക്, ഓവൻ ഇല്ലാത്തവർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കുക്കറിൽ അതിൻ്റെ അടിയിൽ ഉപ്പിട്ടിട്ട് നമുക്ക് ഇതേപോലെ 20 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മളുടെ കേക്ക്, അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. അടിഭാഗമൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എന്ത് സോഫ്റ്റാണ് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഓവൻ ഇല്ലാത്തവർക്കും ഹാൻഡ് ബീറ്റർ ഇല്ലാത്തവർക്കും ഒക്കെ ഈ കേക്ക് ഉണ്ടാക്കാം. ഇത് നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കൂ, പിന്നെയും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.